ഹായ് ഹലോ അവർ ചാനൽ ജില്ലൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റൂട്ടഡ് പ്ലാന്റ് ആയിട്ടുണ്ട് കേട്ടോ, ജാസ്മിൻ്റെ കട്ടമുല്ലയുടെ. അപ്പോൾ അന്ന് എന്നോട് ചോദിച്ചില്ലായിരുന്നോ സ്റ്റോക്ക് തീർന്നോ എന്ന്, അവരെല്ലാവരും പോയി കേട്ടോ. അപ്പം നമ്മുടെ മറ്റേ ചാനലിലായിരുന്നു ഞാൻ കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടായിരുന്നത്. അപ്പം അതെല്ലാം സെറ്റായിട്ടുണ്ട്, ഈ സെയിലിനുള്ളതായിട്ടുണ്ട്. ഇപ്പോൾ പൂവാകുമ്പോൾ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തോണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ അടുത്തൊരു അമ്പലമുണ്ട്. അപ്പം രാവിലെ ഇത് ഗേറ്റിൻ്റെ വെളിയിലാണ് ഈ മുല്ല നിൽക്കുന്നത്. രാവിലെ എല്ലാവരും വരുമ്പോൾ പറിച്ചോണ്ട് പോകും. പറിക്കരുതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, മുല്ലപ്പ് കാണുമ്പോൾ ഞാനും പറിക്കും. അതുകൊണ്ട് പറിച്ചോണ്ട് പോയി. ഇന്ന് രാവിലെ ഞാൻ കുറേ മൊട്ട് കണ്ടിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും അതിൽ നിന്ന് മൊട്ടെല്ലാം തീർന്നു. കുറച്ചുണ്ട്, എങ്കിലും ഞാൻ ഉള്ളത് വെച്ച് ചെയ്യാം. കണ്ടോ, ഇതാണ് നമ്മുടെ കട്ടമുല്ലയുടെ സൈസ്. ഇപ്പം മഴയൊക്കെ ഇല്ലാത്തത് കൊണ്ട് വലിയ വലിപ്പം ഇല്ല, എങ്കിലും ഇത് നല്ലതായിട്ടാകുന്നതാണ് കേട്ടോ. നോക്കിക്കേ, നല്ല സെറ്റല്ലേ, നല്ലതായിട്ടിരിക്കും. അപ്പം നമ്മൾ ഒരു മൊട്ടിൽ ഒരു ഇതിൽ തന്നെ ഒരു ചെണ്ടിൽ എത്ര മൊട്ടുണ്ടെന്ന് നോക്കണം. എത്ര മൊട്ടുണ്ടെന്ന് അറിയത്തില്ല. 5 മുതൽ 7 വരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനതെല്ലാം കാണിച്ചു തരാം. കണ്ടോ, ഇത് കേട്ടോ, 5 ഉള്ളത് കണ്ടോ, 5 മൊട്ട് വരെ 5 മൊട്ടുണ്ട് ഒരു ചെണ്ടിൽ. ഇത് കണ്ടോ, കറക്റ്റായിട്ട് കണ്ടോ. അപ്പം ഇങ്ങനെ നല്ല ഇതായിട്ട് വരും. വിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും നല്ല മണമാണ് കേട്ടോ, നല്ല സൂപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം റൂട്ടഡ് പ്ലാന്റ് ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യം ഉള്ളവർ ഇത് വാട്സപ്പിൽ തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുകയൊക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ നമ്മൾ എല്ലാവരും ഓക്കെ. പിന്നെ വേറെ ഇത് കണ്ടോ, അടുത്ത വരുന്നത് കണ്ടോ, 5 ഇത് ഉള്ളതിൻ്റെ. പിന്നെ ഇതിട്ട് കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേനും ഇതെല്ലാം തീരും. അത് കഴിയുമ്പോഴാണ് ഞാൻ പിന്നെ റിപ്ലൈ തരാത്തത്. പിന്നെ ഞാൻ ഈ പുതിയ ചാനലിൻ്റെ ഇത് വന്ന് കഴിയുമ്പോഴത്തേന് ഞാൻ അത് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, റിപ്ലൈ ഒക്കെ. ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് പേഴ്സണലായിട്ട്. കണ്ടോ, ഒരെണ്ണത്തെ കണ്ടോ, 2, 4, 6 മൊട്ടുണ്ട് ഇതിൽ. കണ്ടോ, 2, 4, 6 മൊട്ട്, 6, 7 ഉള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ഇച്ചിരി പൂക്കാറൊക്കെ ആകുമ്പോഴത്തേനും മരുന്നൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടമൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ എല്ലാം ഇത് വരുന്നതായിരിക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് വലിയ പരിപാലനമൊന്നുമില്ല, നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ. ഇത് നന്നായിട്ട് പൂത്ത് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് വിട്ട് കഴിയുമ്പോഴത്തേനും അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ വരും. പിന്നെ മിക്കപ്പോഴും ഇതിന് പൂവുണ്ടെന്നുള്ളത്. പിന്നെ പൂവിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഈ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ്. ഇപ്പോൾ തീരാറായതാണ് പൂവൊക്കെ. അപ്പോൾ നമ്മൾ വെള്ളവും വളവും കൊടുക്കുന്നതിനനുസരിച്ച് ഇടയ്ക്കൊക്കെ നമുക്ക് പൂ കിട്ടിക്കൊണ്ടിരിക്കും. റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ കിട്ടത്തില്ല. രാവിലെ ഓടി വരണം നമ്മുടെ വീഡിയോ എടുക്കാനായിട്ട്. ഇങ്ങനെ ഒരു സൈഡിലേക്ക് വരുന്നത്. ഇത് നമ്മുടെ അതിൻ്റെ തൈകൾ പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇത്രയുമായി അന്ന് നട്ട തൈകളൊക്കെ കണ്ടോ, അത്യാവശ്യം ഹെൽത്തി ആയിട്ട് കണ്ടോ. പൂ വിരിയാൻ തുടങ്ങി, മൊട്ടിട്ട് വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അപ്പോൾ ഇഷ്ടപ്പെട്ടവർ, ഇത് ആവശ്യമുള്ളവർ ഞാൻ പറഞ്ഞ പോലെ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ അടുത്ത സെക്ഷൻ നമ്മൾ റെഡിയാക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു 150 ഉള്ളൂ. ഇത് തീർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് റൂട്ടഡ് പ്ലാന്റ് ആയതുകൊണ്ട് ഇത് പിടിച്ച് ഇച്ചിരി കിട്ടാൻ പാടാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ കാണും. ശരി, നമ്മളിപ്പം സെയിലിനുള്ള ചെടി ഇതിൻ്റെ ഈ ടൈപ്പിലുള്ളതാണ് കൊടുക്കുന്നത്. എൻ്റെ വലിപ്പം ഇത്രയും. പിന്നെ ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ ചെടിയും കവറും ഒക്കെ ആകുമ്പോഴത്തേനും ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഒന്ന് പിടിക്കുന്നത്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ, ഇത് കുഞ്ഞിലെ കണ്ടോ ഇത്രയും മുട്ടൊക്കെ ഉണ്ട് കണ്ടോ. കറക്റ്റായിട്ട് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ മൊത്തം പിന്നെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട വരത്തില്ല. നിങ്ങൾ കോൾ ചെയ്യുമ്പോഴേ ഇതൊന്ന് മൊത്തം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടാൽ മതി കേട്ടോ.